ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ കോളേജ് കുട്ടികളുടെയൊക്കെ ഒരു മേക്കപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇടില്ല, എന്നാലും ഭയങ്കര പെർഫെക്റ്റായിട്ട് നല്ല വൃത്തിയിൽ നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ബ്രാൻഡൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി വല്ലാണ്ട് വലിച്ച് നീട്ടി സമയം കളയണ്ട. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു ഇത്രയും നേരം, അപ്പോൾ സൗണ്ട് കയറി പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇനി കാത്തിരുന്ന ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പേ ഈ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എൻ്റെ മുഖത്ത് കാണാനുണ്ട് അല്ലേ. പിന്നെ രാത്രിയാണ്, ലൈറ്റൊക്കെ കുറവാണ്, അപ്പോൾ അതിലൊരു ഷാഡോ ഒക്കെ വന്നിട്ടുണ്ടാകും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വഴിയെ നല്ല അടിപൊളി ലൈറ്റും ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ തിരിച്ചു വരാം. ലിപ് ബാമൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് നേരം മുന്നേ നമ്മൾ ലിപ്പൊക്കെ നന്നായിട്ടൊന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കുകയാണ് ലിപ് ബാം ഇട്ടിട്ട്. അത് ഭയങ്കര എന്താ പറയുക, ആ ഡ്രൈനെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നല്ലൊരു ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക ലിപ് ബാം. ഓക്കെ, ലിപ് ബാം വാദിയുടെയാണ് കേട്ടോ. ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വാദിയുടെ തന്നെയാണ് ലിപ് ബാം. ആകെ ഈ ഒരൊറ്റ ബ്രാൻഡിൻ്റെ. അപ്പം ഞാൻ ലിപ് ബാം അങ്ങനെ കുറേ ബ്രാൻഡുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാറില്ല. ഇത് നല്ലതാണ്, ഇത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനി അടുത്തത് ബയോടെക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടിട്ട് സൺസ്ക്രീൻ ഞാൻ ഇടുന്നില്ല. പിന്നെ നിങ്ങൾ പകലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യും കേട്ടോ. സൺസ്ക്രീൻ മാത്രം പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രം എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ എടുക്കും കേട്ടോ. ഇത് ഞാൻ ഈ കാണിച്ച ബയോടെക്കിൻ്റെ എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പാടുകളൊക്കെ, ഡാർക്ക് സർക്കിളോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ, എന്തെങ്കിലും പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കളർ കറക്റ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺസീലർ വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്യാം. വേണമെങ്കിൽ കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കൺസീലർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് LA Girlൻ്റെ ആണ് കേട്ടോ. ഇതിലും റേറ്റ് കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഒക്കെ ഉണ്ടാകും. അത് കുറച്ചുകൂടി റേറ്റ് കുറവാണ്, അത് വാങ്ങിച്ചാൽ മതി. വളരെ ലൈറ്റായിട്ട് എടുക്കുന്നു കേട്ടോ, വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഇടാത്തത് കൊണ്ടിട്ട് ഇതിങ്ങനെ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് കിടക്കും, വൈറ്റായിട്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടിട്ട് പിന്നെ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇത് വലിയൊരു കവറേജ് ഉള്ളൊരു കൺസീലറൊന്നും അല്ല കേട്ടോ. ഒരു അഫോർഡബിൾ എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ. നല്ല കവറേജ് ഉള്ള നല്ല കൺസീലേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടിട്ട് മാത്രം ഒരു ബ്രാൻഡ് കാണിച്ചു തന്നുള്ളൂ. ഇത് നല്ല രീതിയിൽ കട്ട പിടിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കുറച്ചൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റത് ഇവിടെ മാത്രം ഞാൻ കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് കൺസീലർ മാത്രം വെച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം കൺസീൽ ചെയ്തിട്ട് ബാക്കിയൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. പിന്നെ ഭയങ്കര സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിയില്ല. എന്തെങ്കിലും കുറച്ച് അപാകതയുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാലൻസ് അംശം നിങ്ങൾ ബാക്കി സ്കിന്നിലോട്ട് വന്ന്
ഓനാക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് വലിയ നെറ്റിത്താടുള്ളത് കൊണ്ടിട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ കുറേയൊക്കെ കാര്യങ്ങളുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലെൻഡിങ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ മേക്കപ്പിൻ്റെ. ഐബ്രോ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിലുണ്ടാകും. അപ്പോൾ ഞാൻ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മാഴ്സിൻ്റെ ഒരു ഐബ്രോ പാലറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മുന്നേ എൻ്റെ അടുത്ത് വേറൊരു ബ്രാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് എൻ്റെ ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്, അത് വേറെ വാങ്ങിച്ചു. ഇത് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ഒരു നല്ല ഷെയ്ഡൊക്കെ ഉണ്ട്. ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ 2 ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐബ്രോസ് രണ്ടും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഈ സെയിം ബ്ലഷ് തന്നെ ഞാൻ ഐ ഷാഡായിട്ടും ഇതിനുണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ ആണ്, അഫോർഡബിൾ തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഷെയ്ഡ് ഡീറ്റെയിൽസ് മൊത്തം എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ക്രീം ബ്ലഷ് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. മറ്റത് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ പൗഡർ ടൈപ്പ് ബ്ലഷ് അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എനിക്ക് ഈ ഭാഗത്തോട്ടൊന്നും വരുന്നത് എനിക്ക് പേഴ്സണലി ഇടുന്നത് ഒരു താല്പര്യമില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ ശരിക്കും ഇടുന്നത് ഞാൻ ശരിക്കും ഇടാറില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് ബ്ലഷ് ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഞാൻ ഇപ്പം നിൽക്കുന്ന ഭാഗത്തും സിമ്പിളാണ്. ഇവിടെ വരെ അങ്ങ് ഇട്ട് കൊടുക്കണം എന്നാണ്. ഇവിടെ മാത്രം 2 പുള്ളിയാക്കി ഇട്ട് കൊടുക്കരുത്. നമ്മൾ പണ്ടത്തെ ഒപ്പനക്കൊക്കെ ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ കണ്ണിന് മേലെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ണിലൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഉറക്കം വളരെ കുറവാണ്. എത്രയൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും നടക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ തന്നെ കുറച്ച് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കണ്ണെഴുതണമെന്നുണ്ടെങ്കിൽ കണ്ണെഴുതാം. ഇപ്പോൾ എഴുതുന്നില്ല. ഒന്നാമത് എൻ്റെ കണ്ണ് ഉള്ളോട്ടുള്ളൊരു കണ്ണാണ്. അങ്ങനെയുള്ളവർക്ക് താഴെ അത്ര എഴുതാണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒക്കെ അവരവരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. അപ്പം ഈ ഒരു 2 ഷെയ്ഡ് മിക്സ് ചെയ്യാണ്. ഇത് ഏതാണ് ബ്രാൻഡെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. പിന്നെ ഇത് നോക്കിയിട്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊരു ഭയങ്കര ഒരു ഇടിയൊരു റെഡാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുകൂടെ ഇട്ട് കൊടുക്കും. പേരൊക്കെ മാഞ്ഞു പോയി. ഇതാണ് ആ ഒരു ഷെയ്ഡ് ഇട്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഭയങ്കര ഒരു വേറൊരു കളറാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിന്ന് പുറത്ത് പോയ സമയത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിട്ടാണ് പോയത്.
എനിക്ക് നല്ലൊരു അടിപൊളി കളർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഷെയ്ഡ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ആ ഒരു ഗ്ലോയിൽ പോകണം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ യൂസ് ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിൽ തന്നെ പോവുക. പിന്നെ അത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഒരു മാറ്റ് ഫിനിഷാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് ഗ്ലോ ആണ് ഇഷ്ടം, നന്നായിട്ട് ഇരിക്കുന്നതാണ്. പക്ഷേ എന്തെങ്കിലും പിന്നെ ഒന്ന് പൗഡർ വെച്ചിട്ടൊന്ന് തൂവി കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു പൗഡറൊക്കെ പോയി ആ ഒരു ഗ്ലോ തിരിച്ച് വരും. ഇപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഫേസ് മാത്രം ചെയ്ത് കഴുത്ത് മാത്രം ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ കഴുത്തും ചെവിയും കൂടെ വേണം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഞാൻ എടുത്തേക്കുന്നത് ഇൻസൈറ്റിൻ്റെയാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ തന്നെയാണ്. ഇതിലും അഫോർഡബിളായിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. ഇതിന് റേറ്റ് കുറവാണ്, പക്ഷെ നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നല്ലൊരു മണവും കൂടെ ഉണ്ട്. അപ്പോൾ മേക്കപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ മൊത്തത്തിൽ ഡ്രസ്സ് ഇത് തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ ഒന്ന് ഷോളും കാര്യങ്ങളൊക്കെ അടപടലൊന്ന് മാറ്റിയിട്ട് വരാം. ഇവിടെ ഒരു മുറിവിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, അതാണ് ഈ റെഡായിട്ട് കാണുന്നത്. അപ്പോൾ മേക്കപ്പ് എത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി കൂടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഗുഡായാലും ബാഡായാലും ലൈക്കായിട്ടോ ഇല്ലെങ്കിൽ കമൻ്റായിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.